പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏവർക്കും വന്ദനം. ഇന്ന് 2026 ആണ്ട് ലെൻറ്റിൽ 37ാം ധ്യാനത്തിലേക്ക് ഏവരെയും സസന്തോഷം, സസ്നേഹം, സാദരം ക്ഷണിക്കുവാനിടയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതിൽ ക്ഷമയോടും പ്രത്യാശയോടും പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ വലിയ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും. ഇന്നത്തെ നമ്മുടെ പ്രധാനമായ ചിന്താ ബിന്ദു, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ കേന്ദ്ര ബിന്ദു, ജീവൻ്റെ നോമ്പ്. മതത്തിൻ്റെ നോമ്പാണ് നാളിതുവരെ നാം ആചരിച്ചു കൊണ്ടിരുന്നത്. അതിൽ നിന്ന് ജീവൻ്റെ നോമ്പിലേക്ക് നാം പുരോഗമിച്ചാൽ ഈ നോമ്പുകാല അവസ്ഥകളെയും അനുഭവങ്ങളെയും നാം എപ്രകാരമാണ് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്, അല്ലെങ്കിൽ ഇടയാകേണ്ടത് എന്നതാണ് ചിന്താവിഷയം. അതിന് സഹായകമായ നോട്ട്സ് ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് ദൃശ്യമാണ്. അതുകൊണ്ട് ഈ നോട്ട്സിനെ മാത്രം കേന്ദ്രീകരിച്ച് അച്ചടക്കത്തോടെ നമുക്ക് നമ്മുടെ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കാം. ഈ ഒരു ആശയത്തിൽ കൂടെ എൻ്റെ കാഴ്ചപ്പാട് വെച്ച് പറഞ്ഞാൽ, നോമ്പിനെ പറ്റിയുള്ള നമ്മുടെ അന്വേഷണം ഏതാണ്ട് അതിൻ്റെ ഹൃദയഭാഗത്ത് എത്തിയതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ സുവിശേഷം സകല ജനത്തിനും, മനുഷ്യജാതിക്കാകമാനം മഹാസന്തോഷത്തിൻ്റെ ഹേതുവായ ഈ സുവിശേഷം, അതിൻ്റെ മർമ്മഭാഗത്തായി നാം നോമ്പിൻ്റെ ആശയത്തെയും അനുഭവങ്ങളെയും സ്ഥാപിച്ചാൽ എപ്രകാരമാണ് അതിനെ നാം മനസ്സിലാക്കേണ്ടത്? ഇതാണ് നമ്മുടെ വിഷയം. ഇവിടെ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, യേശു മരുഭൂമിയിലേക്ക് പോയത് സമൂഹത്തിൽ നിന്ന് തടിതപ്പാനല്ല, പിന്നെയോ അവിടെ നിന്ന് മടങ്ങി വരാനാണ് പോയത്. നമുക്കറിയാം, റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭീകരമായ പീഡനത്തെ ഭയന്ന് ആദിമ ക്രിസ്ത്യാനികളിൽ ചിലർ മരുഭൂമിയിലേക്ക് പ്രയാണം ചെയ്യുകയും അവരവിടെ തന്നെ വസിക്കുകയും അതിൻ്റേതായ ആത്മീയമായ കാഴ്ചപ്പാട് അവർ രൂപീകരിക്കുകയും ചെയ്തു. ചരിത്രം അവരെ അറിയുന്നത് മരുഭൂമി പിതാക്കന്മാർ, അല്ലെങ്കിൽ ഡെസേർട്ട് ഫാദേഴ്സ് എന്നാണ്. അവർ സമൂഹത്തിലേക്ക് മടങ്ങി വരുന്നത് അത്ര പ്രാധാന്യമുള്ള കാര്യമായി തിരിച്ചറിഞ്ഞില്ല. യേശു ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവൻ മരുഭൂമിയിലേക്ക് പോയത് സമൂഹത്തിലേക്ക് മടങ്ങി വരാനാണ് എന്നതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ശ്രദ്ധേയമായ യാഥാർത്ഥ്യം. അതനുസരിച്ചാണ് ഈ വീഡിയോയിലെ ചിന്തകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ ഏതാണ്ട് സമാനമായ, വ്യത്യസ്തമെന്ന് തോന്നാമെങ്കിലും ഏതാണ്ട് സമാനമായ ഒരു അനുഭവമാണ് യോനയുടേത്. പഴയ നിയമത്തിൽ അവൻ പ്രതീകാത്മകമായി തിമിംഗലത്തിൻ്റെ വയറ്റിലായി പോയി എന്നത് മാത്രമല്ല, അതിനേക്കാൾ ആത്മീയമായി ശ്രദ്ധ അർഹിക്കുന്നതാണ് അവിടെ നിന്ന് അവൻ മടങ്ങി വന്ന് നിനവയിലെ ആളുകളോട് ദൂതറിയിക്കുകയും അതുകൊണ്ട് അവർക്ക് വലിയ വിടുതലുണ്ടാകുകയും ചെയ്തു എന്നത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഒന്ന് അടയാളപ്പെടുത്തി മുൻപോട്ട് പോവുകയാണ്. ഇതേ മർമ്മം നമുക്ക് മറുരൂപമലയുടെ അനുഭവത്തിലും നമുക്ക് കാണാവുന്നതാണ്. അവിടെ യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് തന്നെ രൂപാന്തരപ്പെട്ടവനായും മോശയോടും ഏലിയാവിനോടും സംഭാഷണം നടത്തുന്നവരുമായി കണ്ടപ്പോൾ പത്രോസ് പറയുന്നു, നാം ഇവിടെ വസിക്കുന്നത് നല്ലത്, നമുക്ക് പാർക്കാനായി ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ യേശു അതിനെ തള്ളിക്കളയുന്നതാണ്. കാരണം അവിടെ ഇപ്രകാരമുള്ള വിശിഷ്ടമായ ഒരവസ്ഥയിൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒളിച്ച് മറ്റൊരു പാർപ്പിടം കണ്ടുപിടിക്കുന്നത് പോലെ ഉള്ള സമീപനം, ഇംഗ്ലീഷിൽ തന്നെ എസ്കേപ്പിസം എന്ന് പറയും. യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാകരുത് മനുഷ്യൻ്റെ ആത്മീയമായ അവസ്ഥ എന്നത് വളരെ കൃത്യമായി നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
സർവശക്തിയും ഉപയോഗിച്ച് പറയുന്നത്. ലെഞ്ചിനെ നാം മനസ്സിലാക്കേണ്ടത് യേശു മരുഭൂമിയിൽ പോയി ധ്യാനിച്ചു എന്നത് മാത്രമല്ല, അത് വളരെ വളരെ അർത്ഥവത്താണ്, ആവശ്യമാണ്. പക്ഷേ അതിനെയൊക്കെയും അർത്ഥവത്താക്കുന്നത് അവൻ്റെ മടക്കയാത്രയും അതിൽ കൂടെ ആരംഭിക്കുന്ന ആത്മീയമായ ദൗത്യവുമാണ്. അതാണ് ചരിത്രത്തെ ആകമാനം സ്വാധീനിച്ചത്. മനുഷ്യ രാശിക്ക് പ്രത്യാശയായി യേശുവിൻ്റെ മരുഭൂമിയിലെ അവസ്ഥ പോലും രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാക്കിയത് എന്നത് നാം തിരിച്ചറിയേണ്ട ആവശ്യം. അപ്പോൾ മനുഷ്യ അവസ്ഥയിൽ, മനുഷ്യ സ്വഭാവത്തിൽ വളരെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രശ്നം, അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട് എന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. അതെന്താണ്? ഇവിടെയാണ് പഴയ നിയമം നമുക്ക് അല്പം സഹായം നൽകുന്നത്. പഴയ നിയമത്തിൽ കാവ്യാത്മകമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യം, മനുഷ്യൻ വളരെ മാഹാത്മ്യമേറിയ ഒരു സൃഷ്ടിയാണെന്ന് സംശയമല്ല. പക്ഷേ എന്തുകൊണ്ടോ അവൻ്റെ സ്വഭാവത്തിൽ മരണത്തോടുള്ള ആസക്തി, മനുഷ്യൻ ജീവിക്കുവാൻ താല്പര്യമുള്ളവനെങ്കിലും അവനെടുക്കുന്ന തീരുമാനങ്ങളും ഓരോ ചുവടുകളും മരണത്തിലേക്ക് കൂടുതൽ അവനെ അടുപ്പിക്കുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം. അത് ഇംഗ്ലീഷിൽ ഡെത്ത് ഓറിയന്റേഷൻ എന്ന് പറയും. അത് കാവ്യാത്മകമായി അവതരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. യഹോവ ആദാമിനെ തോട്ടത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നു, ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഉപയോഗിക്കാം, പക്ഷേ നന്മ തിന്മകളെ തിരിച്ചവരുടെ ഫലം പുറപ്പെടുവിക്കുന്നത് വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ കഴിക്കരുത്, അത് കഴിക്കുന്ന ദിവസം നീ മരിച്ചു പോകും എന്ന് പറയുമ്പോൾ ആ ഫലം തിന്നേ മതിയാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ മരണാസക്തി മനുഷ്യ സ്വഭാവത്തിൻ്റെ അടിത്തറയിൽ സ്ഥിതി ചെയ്യുകയും ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ്. അതിനെ ഒഴിച്ചു നിർത്തി മനുഷ്യൻ്റെ സ്വഭാവത്തെയും അവസ്ഥകളെയും മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇത് ആധുനിക ചിന്തകൾ വളരെ അടിവരയിട്ട് പറയുന്നതാണ്. ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ശ്രദ്ധേയമായ കൃതിയാണ് എറിക് ഫ്രോം എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ അനാറ്റമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ് എന്ന പുസ്തകം. അനാറ്റമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ്. അതിൽ അദ്ദേഹം ഈ ആശയം വളരെ വളരെ വിശദീകരിച്ച് പലവിധമായ കാഴ്ചപ്പാടിൽ കൂടെ അവതരിപ്പിക്കുന്നത് വളരെ അർത്ഥവത്തായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന ആധുനിക സംസ്കാരം മരണാസക്തിയുടെ സംസ്കാരമാണ്. നെക്രോഫൈലിക് കൾച്ചർ എന്ന് പറയും. നെക്രോസ് എന്ന് പറഞ്ഞാൽ ഡെത്ത്, മരണം. അതിൻ്റെ നാനാവിധമായ സാംസ്കാരികമായ മുഖങ്ങളെപ്പറ്റി അദ്ദേഹം ദീർഘമായി പ്രതിപാദിക്കുന്നത് ഇവിടെ ഉദ്ധരിക്കുവാൻ സമയം അനുവദിക്കുകയില്ല എന്നവർക്കും അറിയാവുന്നതാണ്. ദയവായി ഇതിൻ്റെ ഡിജിറ്റൽ ഫോം നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഫ്രീ ആയി എടുത്ത് വായിക്കാവുന്നതാണ്. ദി അനാറ്റമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ് ബൈ എറിക് ഫ്രോം, ERICH FROM. അപ്പോൾ നാം ഈ മരണത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? മനുഷ്യ സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവത്തിൽ സംഭവിച്ച വളരെ ഞെട്ടിപ്പിക്കുന്ന മാരകമായ ഒരു വൈകല്യം, ഡെത്ത് ഓറിയന്റേഷൻ, അത് പല വിധത്തിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തോതിലുള്ള പ്രകടനമാണ് യുദ്ധം. മനുഷ്യന് എന്തുകൊണ്ടാണ് യുദ്ധത്തോട് ഇത്ര പ്രീതി? ചരിത്രം കൊട്ടിഘോഷിക്കുന്ന മഹാരഥന്മാരെല്ലാം തന്നെ യുദ്ധം ചെയ്ത അനേക ലക്ഷം ആളുകളുടെ, കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് ഇടയാക്കിയവരാണ്. അലക്സാണ്ടർ ആണെങ്കിലും, ഷാർലിമേൻ ആണെങ്കിലും, നെപ്പോളിയൻ ആണെങ്കിലും, സ്റ്റാലിൻ ആണെങ്കിലും, ഹിറ്റ്ലർ ആണെങ്കിലും, അങ്ങനെ വലിയ വലിയ ആളുകൾ എന്ന് പറയുന്ന ആളുകളൊക്കെ അവരുടെ ചരിത്രം മനുഷ്യൻ്റെ ചോരയിൽ മുങ്ങിക്കിടക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭാരതത്തിൽ പോലും ഒരു ഇലക്ഷൻ ജയിക്കണമെങ്കിൽ ഒരു യുദ്ധം നടത്തിയാൽ മതി, ഒരു സർജിക്കൽ സ്ട്രൈക്ക് കയറി അടിച്ചാൽ മതി എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് യുദ്ധവും യുദ്ധത്തിൻ്റെ ശ്രുതികളും മനുഷ്യൻ ഇത്രമാത്രം ആസ്വാദ്യകരമായി തീരുന്നത് എന്നത് നാം ചിന്തിക്കണം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ എത്രനാൾ ജീവിച്ചാലും മതിയാകാത്ത തീരാത്ത മനുഷ്യൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? അപ്പം യുദ്ധം ഒരു വഴിക്ക്, ആത്മഹത്യ മറ്റൊരു വഴി. യുദ്ധത്തിൽ നാം അന്യരെ കൊല്ലുന്നു, ആത്മഹത്യയിൽ നിന്ന് നമ്മെ തന്നെ കൊല്ലുന്നു. ഇതൊക്കെയും മനുഷ്യ സ്വഭാവത്തിൽ സംഭവിച്ച വൈകല്യത്തിന് നാനാമുഖമായ പ്രവർത്തന രീതികളുടെ അല്ലെങ്കിൽ പ്രകടന സ്വഭാവത്തിൻ്റെ അംശങ്ങളാണ്. ഇതും വലിയൊരു ലിസ്റ്റുണ്ട്. അത് ഒന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതി മുന്നോട്ട് പോവുകയാണ്.
അപ്പോൾ അതുകൊണ്ട് ആത്മീയ ദർശനത്തിൻ്റെ ഏറ്റവും കാതലായി നാം മനസ്സിലാക്കേണ്ട വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ സ്വഭാവത്തിന് സംഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരവും മാരകവുമായ അധഃപതനത്തെ പരിഹരിക്കുക, മനുഷ്യ സ്വഭാവത്തിന് രോഗശാന്തി വരുത്തുക, ഹീലിംഗ് ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സ്, ഹീലിംഗ് ഹ്യൂമൻ നേച്ചർ. അത് വന്നാൽ മാത്രമേ മനുഷ്യന് യഥാർത്ഥത്തിൽ മനുഷ്യനായി തന്നെ മനുഷ്യത്വം എന്ന് പറയുന്ന വലിയ വലിയ ആശയത്തിന് വില കൊടുത്ത് അല്ലെങ്കിൽ അതിനോട് നീതി പാലിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വസിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും വന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ പ്രാകൃതമായ സ്വഭാവത്തിൽ എപ്പോഴും മരണത്തോടും യുദ്ധത്തോടും അക്രമത്തോടും കൊലപാതകത്തോടും ആത്മഹത്യയോടും ഒക്കെയാണ് ആസക്തി. എന്നാൽ അതിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് അവനെ ജീവന്റെ ദിശയിലേക്ക് പുനഃസ്ഥാപിക്കുക എന്നതാണ് ആത്മീയമായ ദൃശ്യം. ആ പ്രക്രിയയിൽ കൂടെ മനുഷ്യൻ രൂപാന്തരം പ്രാപിക്കുന്നു, ട്രാൻസ്ഫർമേഷൻ. ഇതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയത്തുടിപ്പ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകേണ്ട കാര്യം. യേശു സ്വീകരിച്ച കുരിശോ ഇപ്രകാരം മനുഷ്യ സ്വഭാവത്തിൽ കടന്നുകൂടിയ വൈകല്യത്തിൻ്റെ അല്ലെങ്കിൽ ആ രോഗത്തിൽ നിന്ന് അവനെ സൗഖ്യമാക്കി ജീവന്റെ മർമ്മത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം അവന് രോഗശാന്തി നൽകുവാനായി നൽകേണ്ട വിലയുടെ അടയാളമാണ് കുരിശ്. അപ്രകാരമാണ് സുവിശേഷത്തിൽ കൂടെ നാം ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പരാമർശം ചെയ്യുന്ന യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അത് എത്ര തവണ ഉച്ചരിച്ചാലും ആവർത്തിച്ചാലും മതിയാകുകയില്ല. ഇതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗം എന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ അവരെയും ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥ പാപം എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൽ കൂടെ മനസ്സിലാക്കാൻ വേദപുസ്തകം ശ്രമിക്കുമ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ പലരും കൂട്ടാക്കുന്നില്ല. മനുഷ്യ സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വൈകല്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന രീതിയാണ് നാം നമ്മോട് തന്നെ നിഷേധാത്മകതയിലാണ് വസിക്കുന്നത്. വി ആർ നെഗറ്റീവ് ടു അവർ സെൽസ്. പലരും വിചാരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവർ നമ്മെ വേണ്ടതുപോലെ അറിയുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നില്ല എന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. അതിനൊക്കെ എത്രയോ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് നാം നമുക്കെതിരെ നിഷേധാത്മകത പാലിക്കുന്നു. നാം അറിയാതെ തന്നെ നമ്മുടെ ശത്രുക്കളായി നാം വസിക്കുകയാണ്. മറ്റാരും നമ്മുടെ ശത്രുക്കളാകേണ്ട കാര്യമില്ല. നാം തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ. പക്ഷെ അത് തിരിച്ചറിയാൻ പോലുമുള്ള വിവേകം നമുക്കില്ല, ആത്മീകമായ പരിജ്ഞാനം അല്ലെങ്കിൽ വിവേചന ബുദ്ധി നമുക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ പലവിധമായ മുഖങ്ങൾ സുവിശേഷങ്ങളിൽ യേശു തിരിച്ചറിഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷപാത രോഗിയുടെ അവസ്ഥ നോക്കുമ്പോൾ അവനോടാണ് യേശു പറയുന്നത്, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ പാപമെന്ന് പറഞ്ഞാൽ ഈ പക്ഷപാത രോഗിയുടെ അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ നിർജീവമായി കഴിയുക. നാം ഇങ്ങനെ കട്ടിൽ കിടക്കുന്നവരല്ല എങ്കിൽ പോലും നാം ചെയ്യുന്ന നന്മയുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കി നാം ശ്രമിക്കുമ്പോൾ മനസ്സിലാകും, നാം കഴിഞ്ഞ 30, 40, 50 വർഷങ്ങളായി പക്ഷപാത രോഗികളായി തന്നെയാണ് കഴിഞ്ഞുകൂടിയത്. ഒന്നും തന്നെ നമ്മുടെ നന്മയുടെ ലിസ്റ്റിൽ, നാം ചെയ്ത നന്മയുടെ ലിസ്റ്റിൽ ഒന്നും തന്നെ ഉൾപ്പെടുത്താനില്ല. നമ്മെ മറ്റുള്ളവരൊക്കെ ചുവന്നോട് നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മളിങ്ങനെ ഒത്തി നടക്കുകയായിരുന്നു. സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന്, മാനദണ്ഡത്തിൽ നിന്ന് നാം എത്രയോ ദൂരെയാണ്, അകലെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിൻ്റെ മറ്റൊരു മുഖമാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായത്തിൽ ഭൂതഗ്രസ്തനായ മനുഷ്യന്റെ അവസ്ഥ. അവനെ എപ്രകാരമാണ് അവിടെ സൂചിപ്പിക്കുന്നത്? എറിക് ഫ്രോമിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഇതാ ഒരു മനുഷ്യൻ അവനെതിരെ അവൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് അക്രമം പ്രവർത്തിക്കുകയാണ്. മറ്റായുധമില്ലാത്തതുകൊണ്ട് കല്ലെടുത്ത് അവനെ തന്നെ ഇടിച്ച് ഇഞ്ചി ഇടിച്ച് പിഴിയുന്നത് പോലെ ഒരു മനുഷ്യൻ അവനെ തന്നെ കൈ കിട്ടുന്ന കല്ലുമൊക്കെ ഇട്ട് ഇടിച്ച് പതച്ച് പിഴിഞ്ഞ് നടക്കുകയാണ്. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. നാം നമുക്കെതിരെ ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണ് എന്ന് ദയവായി അറിയണം എന്ന അപേക്ഷയുടെ ഒരു നാടകീയമായ ആവിഷ്കാരമാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്നത്.
അപ്പോൾ നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ മഹാനായ ഒരു വ്യക്തിയെ, നമ്മുടെ സ്വഭാവത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ ഒരു സഖായി എന്നാണ്. അവനെ തന്നെ വിറ്റ് പണം ഉണ്ടാക്കുന്നവരാണ്. മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കുമ്പോൾ അതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവിടെ തന്നെ മനുഷ്യത്വവും അഭിമാനവും വിറ്റ് കാശാക്കുകയാണ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പലരും അത് തിരിച്ചറിയുന്നില്ല. അങ്ങനെ ചെയ്യുന്ന മിടുക്കാണ് എന്ന് പറയുന്ന നടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ, പരിശുദ്ധന്മാരുടെ ഇടയിലും ഉണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ വരുമ്പോൾ യോസെഫിൻ്റെ സഹോദരന്മാർ അവനെ അന്യർക്ക് വിറ്റു എന്ന് നാം വായിക്കുന്നുണ്ട്. അതും മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. അതും പോരാഞ്ഞ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇതാ യൂദാസ് യേശുവിനെ വിൽക്കുകയാണ്. സഹോദരനെ വിൽക്കുന്നു, ദൈവത്തെ വിൽക്കുന്നു. അങ്ങനെ ദൈവത്തെ വിൽക്കുന്ന പരിപാടിയുടെ പേരാണ് മതം എന്നുള്ളത് ദയവായി മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് മതപുരോഹിതന്മാർ ദൈവം ആ മലയിലാണ്, ഈ മലയിലാണെന്നൊക്കെ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈ ഒരു പൊട്ടത്തരത്തെ പറ്റി വ്യക്തമായ പരാമർശങ്ങളുണ്ട്. നമുക്കറിയാം, ഓരോരോ സൂപ്പർ മാർക്കറ്റുകളും ഓരോ ഇടത്താണ് സ്ഥാപിക്കുന്നത്. ലോകം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റുകൾ. എവിടെയൊക്കെ മനുഷ്യൻ കച്ചവടം നടത്തുന്നു അവിടെയെല്ലാം ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്നത് വാങ്ങിക്കാം. ഇപ്പോൾ ഡൽഹിയിലോട്ടൊക്കെ ചെന്നാൽ കാറിൻ്റെ സ്പെയർ പാർട്സ് വാങ്ങിക്കണമെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം. ഇലക്ട്രിക്കൽ ഗുഡ്സ് വാങ്ങിക്കണമെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം. കാർപ്പറ്റ് വാങ്ങിക്കണമെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം. അതുപോലെയാണ് മതത്തിൽ. എൻ്റെ ദൈവത്തെ കാണണമെങ്കിൽ എൻ്റെ മലയിൽ വരണം. നിന്റെ ദൈവം നിന്റെ മലയിൽ ഇരുന്നാൽ മതി, ഇങ്ങോട്ട് ഇറങ്ങരുത്. നിന്റെ ദൈവം നിന്റെ മലയിൽ ഇറങ്ങി ഇങ്ങോട്ട് എൻ്റെ മലയിലോട്ട് വന്നാൽ നിന്റെ ദൈവത്തിൻ്റെ കാല് ഞാൻ തല്ലി ഒടിക്കും എന്നൊക്കെ പറയുന്ന ഈ പ്രാകൃതമായ കാഴ്ചപ്പാടിൻ്റെയും നിലപാടുകളുടെയും ആകെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, മതം ഒരു സൂപ്പർ മാർക്കറ്റാണ്. ദൈവത്തെ കച്ചവട ചരക്കായി അനുദിനം വിറ്റഴിച്ച് വലിയ വലിയ സമ്പത്തുണ്ടാക്കുന്ന പരിപാടിയുടെ പേരാണ് സംഘടിതമായ മതം. ഇതിലാണ്ട് വലിയ ഭക്തിയുണ്ടെന്നും ആത്മീയതയുണ്ടെന്നും ദൈവം ഇതിൽ മാത്രമാണ് പ്രസാദിക്കുന്നതൊക്കെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതുകൊണ്ട് മനുഷ്യന് സംഭവിക്കുന്ന അധപ്പതനത്തിൻ്റെ ഭീകരത തിരിച്ചറിയാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് ഇടയായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മർമ്മം, നാം നമ്മുടെ തന്നെ വില ഇടിച്ചു കളയുകയും നമ്മെ ഏറ്റവും അപഹാസ്യമായ വിധത്തിൽ മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണമായിട്ടാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ പടിവാതിക്കൽ ഒരുത്തരുന്ന ഭിക്ഷയാചിക്കുകയാണ്. അമ്പലം അല്ലെങ്കിൽ ആരാധന സ്ഥലത്തിൻ്റെ മുമ്പിൽ പോയി ഒന്നും നമുക്ക് തെണ്ടാം, അല്ലെങ്കിൽ വിശ്വാസികളായി പോയി ദൈവത്തെ ആരാധിക്കാം. രണ്ടും ഒരേ സമയത്ത് സാധ്യമല്ല. അപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഈ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന മനുഷ്യന് നൽകുന്ന സഹായം എന്താണ്? ചില്ലിക്കാശ് കൊടുത്തു എന്നതല്ല. നിന്റെ അവസ്ഥ ഇതായിരിക്കരുത്, നിനക്ക് മറ്റൊരവസ്ഥ സാധ്യമാണ്. ആ അവസ്ഥയിലേക്ക് പുരോഗമിപ്പാനുള്ള പ്രേരണയുടെയും അത് സാധ്യമാണ് എന്ന പ്രത്യാശയുടെ അടിത്തറയായ യേശുവിൻ്റെ നാമത്തിൽ നമ്മളോട് പറയുകയാണ്, കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഈ രണ്ട് സാധ്യതകൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ പശ്ചാത്തലത്തിൽ തെണ്ടികളായി, എവിടെ അനുഗ്രഹം കിട്ടും, എവിടെ പോയി തെണ്ടിയാൽ എനിക്ക് കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ച് മനുഷ്യൻ നടക്കുമ്പോൾ, ഈ സുന്ദരമെന്ന ഗോപുരത്തിലിരുന്ന് ഭിക്ഷയാചിച്ച ആ ഭിക്ഷാന്തേഹിയോട് എങ്കിലും നാം അല്പം നീതി പുലർത്തണം എന്നൊരു അഭിപ്രായം, ഒരു അഭ്യർത്ഥന ഈ ഉള്ളവരുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സാധ്യത എത്ര വലുതാണ് എന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് മാത്രമല്ല അതിനപ്പുറവും ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാധ്യതകൾ എത്ര വലുതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറും. അത് മല മാറുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ സാധ്യതകൾ എത്ര വലുതാണ്, നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയുന്നതിന് നാം തിരിച്ചറിയാൻ ധൈര്യം കാണിക്കുന്നതൊക്കെ അപ്പുറത്താണെന്ന് ദയവായി മനസ്സിലാക്കണമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദയവായി ഈ കാലത്ത്, ഈ ദിവസങ്ങളിൽ നോയമ്പ് എന്നുള്ളത്
മരുഭൂമിയിലേക്ക് പോയി അവിടെ ചെന്ന് 40 ദിവസം അവിടെ ഇരുന്നിട്ട് പിന്നെ വന്ന് ഇഷ്ടം പോലെ വേറെ നിറച്ച് വല്ലതും കഴിക്കുന്നു എന്നതല്ല. അത് നോയമ്പിനെ ഏറ്റവും അപഹാസ്യമായി മനസ്സിലാക്കുന്ന ഒരു വിധമാണ്. നാം ഈ നോമ്പിനെ മനസ്സിലാക്കേണ്ടത് മടക്കയാത്രയുടെ നോയമ്പായിട്ടാണ്. ഇറ്റ് ഈസ് എ റിട്ടേൺ ജേർണി ഫ്രം ദ ഡെസേർട്ട് ഇൻ ടു ദ ഹ്യൂമൻ കണ്ടീഷൻ. മനുഷ്യന്റെ അവസ്ഥയുടെ ആ ഹൃദയഭാഗത്തേക്ക് കർത്താവ് യേശു ക്രിസ്തു ഒരു പുതിയ ദർശനത്തോടും ദൗത്യ ബോധത്തിന്റെ ചോരത്തിളപ്പോടും മടങ്ങി വരികയും മനുഷ്യന്റെ അവസ്ഥ എന്നേക്കുമായി അതായിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒന്ന് ദിശാബോധം അല്ലെങ്കിൽ ദിശാമാറ്റം വരുത്തുവാനുള്ള ചരിത്രപ്രധാനമായ ആ ശ്രമം, അതിനുള്ള തയ്യാറെടുപ്പായും ആ മടക്കയാത്രയുമായിട്ടാണ് നോയമ്പിനെ നാം മനസ്സിലാക്കേണ്ടത്. Lent is that we need to recognize and observe is not merely the length of the journey into the wilderness to spend 40 days there, but it's more significantly the return journey into the heart of the human condition. ഇത് വ്യക്തമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ നാം പരമ്പരാഗതമായി ഇന്ന് വരെ അറിഞ്ഞതും ആചരിച്ചതുമായ നോമ്പിൽ നിന്ന് തുലവും വ്യത്യസ്തമായി മണലാരണ്യത്തിൻ്റെ നോമ്പിൽ നിന്ന് ജീവന്റെ നോമ്പിലേക്ക് നമുക്ക് മുന്നേറാം. ആ നോമ്പിൽ കൂടെ മാത്രമേ യേശുവിൻ്റെ ലക്ഷ്യമായ സമർത്ഥമായ ജീവൻ പ്രാപിപ്പാൻ മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ എന്നത് യാതൊരു പ്രയാസവുമില്ലാതെ ഏവർക്കും തിരിച്ചറിയുവാൻ ഇടയാകേണ്ട അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള മടക്കയാത്രയിൽ കൂടെ മാത്രമേ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഒരു പുനരുദ്ധാരണം, റിസറക്ഷൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതുമാത്രമല്ല, നാം ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മരണത്തിൻ്റെ അവസ്ഥയിലാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പറയുമ്പോൾ അതിൻ്റെ വിവിധമായ മുഖങ്ങൾ എന്താണെന്ന് നാം ഇതിനോടകം തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. നാം നമ്മോട് തന്നെ നിഷേധാത്മക പാലിക്കുന്നു. നമ്മെ തന്നെ നാനാവിധമായ വിധത്തിൽ വിലയിടിക്കാനും നശിപ്പിക്കാനും നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒരവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് മുഖം തിരിക്കുവാനും ആ ദിശയിൽ മുൻപോട്ട് പോകുവാനും നമ്മെ സഹായിക്കത്തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ ദൈവം തൻ്റെ കൃപയാൽ നൽകുന്ന ആന്തരികമായ വിടുതലായിരിക്കണം നോമ്പുകാല അനുഭവങ്ങളുടെ ജീവശ്വാസം എന്നതാണ് വചന വെളിച്ചത്തിൽ എനിക്ക് ഏവരോടും അറിയിക്കാൻ. അപ്രകാരമുള്ള ഒരു ദിശാമാറ്റം, ആ ഒരു മുഖം തിരിച്ച് ജീവന്റെ വഴിയിലേക്ക് നാം തിരിയുകയും അപ്രകാരം മുന്നേറുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് സംഭവിക്കുന്ന ആ പ്രത്യേകമായ അനുഭവത്തിൻ്റെയും വിടുതലിൻ്റെയും പേരാണ് രൂപാന്തരം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്ന പോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ആ പുതിയ സൃഷ്ടി എന്ന ആശയം ഇത് തന്നെയാണ് യേശു നിക്കോദിമോസിനോടും പറഞ്ഞിരുന്നത്. നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല. അപ്പോൾ അപ്രകാരമുള്ള വീണ്ടും ജനനത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാളിതുവരെ നാം അറിഞ്ഞത് മരുഭൂമിയിലേക്ക് പോകുന്ന നോമ്പ് മാത്രമാണ്. എന്നാൽ മരുഭൂമിയിൽ നിന്നുള്ള മടക്കയാത്രയും അതിനുശേഷം സംഭവിക്കുന്ന മനുഷ്യരാശിയുടെ സ്വഭാവം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പുതിയ നിർവചനം നൽകി, ഒരു പുതിയ സാധ്യത നൽകി, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി യാഥാർത്ഥ്യമാകെ തീർക്കത്തക്കവണ്ണമുള്ള അത്ഭുതകരമായ ഈ വിടുതലിൻ്റെ നോമ്പ് നാം ഇന്നും അറിഞ്ഞിട്ടില്ല. അതറിയുകയും അപ്രകാരം നോമ്പിനെ ആത്മീകമായി അനുഭവം വേദ്യമാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അവരോടും പറയാനുള്ളത്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് റാൽഫ് വാൾഡോ എമേഴ്സൺ എന്ന് പറയുന്ന അമേരിക്കൻ ചിന്തകൻ എല്ലാവർക്കും പരിചയമുണ്ട്. റാൽഫ് വാൾഡോ എമേഴ്സൺ, അദ്ദേഹത്തിൻ്റെ ഡിവിനിറ്റി കോളേജിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, അഡ്രസ് ഇൻ ഡിവിനിറ്റി കോളേജ്, അല്ലെ ഒരു
വാചകം ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് നിർത്താൻ പോവുകയാണ്. The true Christianity, a faith like Christ in the infinitude of man, is lost. None believeth in the soul of man, but only in some man or person old and departed. ഞാനത് മലയാളത്തിൽ കൂടെ എളുപ്പം ഒന്ന് വിശദീകരിക്കട്ടെ, വളരെ അർത്ഥവത്തായതുകൊണ്ട് മാത്രം. ആദ്യമായ എമേഴ്സൺ പറയുന്നത് സത്യ ട്രൂ ക്രിസ്ത്യാനിറ്റി എന്താണോ ആത്മാവിലും സത്യത്തിലും യഥാർത്ഥത്തിൽ ക്രിസ്തു മാർഗം ആകേണ്ടത്, ക്രിസ്തുവിൻ്റെ മാർഗം, ട്രൂ ക്രിസ്ത്യാനിറ്റി. പിന്നെ അദ്ദേഹം അത് കുറച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് പറയുന്നു എ ഫെയ്ത്ത് ലൈക്ക് ക്രൈസ്റ്റ് ഇൻ ദ ഇൻഫിനിറ്റ്യൂഡ് ഓഫ് മാൻ. അപ്പൊ ക്രിസ്ത്യാനിറ്റി എന്താണ്? മനുഷ്യന്റെ സാധ്യതകൾ അനന്തമാണ്, അത്ഭുതാവഹമാണ് എന്ന തിരിച്ചറിവാണ് ക്രിസ്തു മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എ ഫെയ്ത്ത് ലൈക്ക് ക്രൈസ്റ്റ് ഇൻ ദ ഇൻഫിനിറ്റ്യൂഡ് ഓഫ് മാൻ. ആ ക്രിസ്തു മാർഗം നമുക്ക് 100% നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈസ് ലോസ്റ്റ്. അത് വ്യക്തമായി നാം ധരിച്ചിരിക്കണം. മതപരമായ സംരംഭങ്ങളും പ്രസ്ഥാനങ്ങളും പ്രയത്നങ്ങളും പൂർവാധികമായി വർദ്ധിച്ചു വരുമ്പോൾ മനസ്സിലാക്കണം, ഇതും യേശു പറഞ്ഞ വഴിയുമായി യാതൊരു ബന്ധവുമുള്ളതല്ല. ട്രൂ ക്രിസ്ത്യാനിറ്റി ഈസ് ലോസ്റ്റ്. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് നൺ ബിലീവത്ത് ഇൻ ദ സോൾ ഓഫ് മാൻ. മനുഷ്യൻ ആത്മാവുണ്ടെന്നും ആ ആത്മാവാണ് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വിലയേറിയ ഭാഗമെന്നും ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ വിശ്വസിക്കുന്നത് എന്താണ്? ആരോ ഏതോ ഒരു മനുഷ്യനിൽ വിശ്വസിക്കുന്നു. പണ്ടെങ്ങാണ്ട് വന്ന് കടന്നുപോയ ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടായിരുന്നു, അവൻ്റെ പേര് യേശു ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ ആ ആത്മാവ് നിങ്ങളിലുമുണ്ട്. ആ ആത്മാവ് അത്ഭുതാവഹമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണ് എന്നത് തിരിച്ചറിയുവാൻ ആരും കൂട്ടാക്കുന്നില്ല എന്നതാണ് റോൾഫ് വോൾഡോ എമേഴ്സൺ തൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ കുറിച്ചു വെക്കുകയും അത് വളരെ അർത്ഥവത്താണ് എന്നത് തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ അനുവർത്തിച്ച ഒരു അച്ചടക്കം, ഏതെങ്കിലും പുസ്തകം വായിച്ച് വളരെ ശ്രദ്ധേയമായ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഞാനത് എൻ്റെ ഒരു പുസ്തകത്തിൽ കുറിച്ചു വെക്കുകയും അങ്ങനെ അനേകം വോളിയൂംസ് എൻ്റെ കയ്യിലുണ്ട്. ചിലതൊക്കെ ഞാൻ കാണാൻ പഠിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വയസ്സുകാലത്ത് ഓർമ്മ അതുപോലെ പണ്ടത്തെ പോലെ പിടിച്ചു നിൽക്കുന്നില്ല. പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ ഉള്ളവൻ്റെ ഓർമ്മയും പണ്ടത്തെ പോലെ ഫലിക്കുന്നില്ല. എങ്കിലും പുസ്തകത്തിൽ എഴുതി, നോട്ട് ബുക്കിൽ എഴുതി വെച്ചത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും പ്രയോജനപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാനും എനിക്ക് സന്തോഷമുണ്ട്. ഏതായാലും വളരെ കൃത്യമായി ധരിക്കുക, 4 ദൂരം നാം അറിഞ്ഞ നോമ്പ് ഭാഗികമാണ്. എപ്രകാരം ഭാഗികമാണ്? യേശു മരുഭൂമിയിൽ പോയി അവിടെ 40 പകലും 40 രാവിലെ പാവം, പിന്നെ അദ്ദേഹം വന്നു, പിന്നെ ലോകം കഴിച്ചു. ഇതിനപ്പുറത്ത് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം യേശു മരുഭൂമിയിൽ പോയി എന്നുള്ളതല്ല, അവിടെ നിന്ന് മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയുടെ ഹൃദയഭാഗത്തിലേക്ക് മടങ്ങി വരികയും അവിടെ സ്ഥിതി ചെയ്യുന്ന വലിയ വൈകല്യമായ പാപം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ തന്നെ ശത്രുവായി തീരുകയും അവൻ്റെ വിലയിടിക്കുവാൻ, അവനെ തന്നെ നശിപ്പിക്കാൻ ഏതെല്ലാം വിധത്തിൽ സാധിക്കുമോ അപ്രകാരമെല്ലാം വളരെ സാമർഥ്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ വിവിധമായ വശങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. ആത്മഹത്യ ചെയ്യുന്നു, കൊലപാതകം ചെയ്യുന്നു, യുദ്ധം നടത്തുന്നു, പിന്നെ ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് വിറങ്ങലിച്ച് കട്ടിലേക്ക് കിടക്കുന്നു, പാരലിറ്റിക്, പിന്നെ സ്വയത്തെ വിൽക്കുന്നു സക്കായിയെ പോലെ. അതിനാണ് ഈ കറപ്ഷൻ, കൈക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് നാം പിടുങ്ങുന്ന പൈസയല്ല, നമുക്ക് നാം കൽപ്പിക്കുന്ന വില. പോത്തിനെ കൊണ്ട് മാർക്കറ്റിൽ വിൽക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ വിലയിടത്തില്ലേ, അതുപോലെയാണ് കൈക്കൂലി വാങ്ങിക്കുന്നത്. അതുപോലെ സഹോദരനെ വിൽക്കുന്ന പരിപാടി നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് കണ്ടതാണ്. ഇങ്ങനെ ഇതിന് നാനാവിധമായ ഇതിൻ്റെ എല്ലാം ആകത്തുകയുടെ പേരാണ് പാപം എന്നുള്ളത്. ആ പാപം മരണത്തിൻ്റെ മർമ്മമാണ്, യാതൊരു സംശയവുമില്ല. മനുഷ്യ സ്വഭാവത്തെ ഇപ്പോൾ അടക്കി ഭരിക്കുന്ന മർമ്മം മരണത്തിൻ്റെ മർമ്മമാണ്. അതിൽ നിന്ന് വിടുതൽ നൽകി മനുഷ്യനെ ജീവന്റെ ദിശയിലേക്ക് തിരിക്കുന്ന പ്രക്രിയയുടെ പേരാണ് വിടുതൽ എന്നുള്ളത്.
ആ പ്രക്രിയ സംഭവിക്കുമ്പോൾ അവൻ്റെ അവസ്ഥയിൽ വരുന്ന വലിയ മനോഹരമായ അർത്ഥവത്തായ അതിമാഹാത്മ്യമായ അവസ്ഥയുടെ പേരാണ് രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. ഇതൊക്കെയും യേശുവിൻ്റെ ജീവിതമാകുന്ന നോയമ്പിൽ നമുക്ക് വ്യക്തമായി കാണാവുന്ന അതിമനോഹരമായ അർത്ഥവത്തായ വശങ്ങളാണ്. അത് ഉൾക്കൊള്ളുന്ന ഒരു നോമ്പ് ദർശനം നമുക്ക് പ്രാപിപ്പാൻ ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.